ഹായ് വ്യൂവേഴ്സ്, ആദ്യത്തെ ട്രാവൽ പാട്ടിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് ക്വാർട്ടറൊക്കെ കാലി ചെയ്ത് പോവുകയാണ്. ഇനി നമ്മൾ രാജസ്ഥാനിലോട്ട്. അപ്പം വീട് വരവാ നമ്മളെല്ലാ സാധനങ്ങളും കാലി ചെയ്ത് അയച്ചു. ഇനി കാറിനകത്ത് കൊണ്ട് കുറേ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാൻ. ഇവിടെ നിന്ന് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ പോയിട്ടേ പോസ്റ്റിംഗ് വന്നിട്ട് പോകണം. എല്ലാ അംഗത്തിൻ്റെ അവിടെയൊക്കെ ടി സി ഒക്കെ വാങ്ങിച്ച് സാധനം എല്ലാം നേരത്തെ വിട്ട് നമ്മുടെ എവിടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ അങ്ങോട്ട് പോകാൻ ഇറങ്ങുകയാണ്. ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ കാണാം. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്നും രാജസ്ഥാനിലേക്ക് പോവുകയാണ്. നമ്മളിവിടെ 2 വർഷം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ രാജസ്ഥാനിലാണ്. അപ്പം നമ്മൾ പാക്ക് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഞാൻ ട്യൂഷൻ നിർത്തിയായിരുന്നു. പാക്ക് ചെയ്ത് സാധനം വിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം നമ്മൾ സാധനം വിട്ടിട്ട് അത്യാവശ്യം യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ വിടുന്നത്. പിന്നെ നമ്മൾ കാറിലാണ് രാജസ്ഥാനിലോട്ട് വരുന്നത്. അപ്പം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൂടെ വേണമല്ലോ. അങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വിട്ടു. പിന്നെ അങ്കിത്തിൻ്റെ അബിയുടെയും ടി സി ഒക്കെ വാങ്ങിച്ച് സ്കൂളിൽ പോയിട്ട്, പിന്നെ നമുക്കിവിടെ 2 ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ചിപ്പിയും ശ്രീകുട്ടിയും രേവതിയൊക്കെ. അപ്പം അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ 2 ടിഫിൻ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ശ്രീകുട്ടിക്ക് സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെ ടിഫിനൊക്കെ കൊടുത്ത് പോരുന്നതിൻ്റെ തലേന്ന് രാത്രിയിലാണ് പോയി കൊടുത്തത്. എന്നിട്ട് നമ്മൾ ചിപ്പിയുടെ വീട്ടിലും വന്നു. ചിപ്പിയുടെ വീട്ടിൽ വന്നപ്പോൾ പിന്നെ അവർ കുറച്ച് നേരം ചെസ്സൊക്കെ കളിച്ചിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ന് ഭയങ്കര മഴയായിരുന്നു. ഇവിടെ മഹാരാഷ്ട്രയിൽ ഭയങ്കര മഴയായിരുന്നു. പിന്നെ അന്ന് രാത്രി കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അവിടുന്ന് തന്നെ നമ്മൾ രാത്രി ഡിന്നർ കഴിച്ചിട്ടായിരുന്നു പോരുന്നത്. ദോശയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് പോരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പിറ്റേന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അവിടെ നിന്നായിരുന്നു. അവർ പറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നേ. അപ്പോൾ അന്ന് വൈകിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം ഓറഞ്ച്, വൈറ്റ്, ഗ്രീൻ അങ്ങനെ 3 പ്ലേറ്റും എടുത്ത് വെച്ച് ഫ്ലാഗിൻ്റെ കളറാക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് എന്നിട്ട് നമ്മൾ അവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടുന്ന് പോരുന്നു. പിന്നെ നമ്മൾ വൈകിട്ടാണ് അവിടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയത്. അപ്പം ഇവിടെ ആയിരുന്നു നമ്മൾ 2 വർഷം താമസിച്ചിരുന്നത്. ഇപ്പം ഇനി പോവല്ലേ, ഇനി ഇങ്ങോട്ട് വരത്തില്ലായിരിക്കുമല്ലോ. അപ്പം പോവായത് കൊണ്ട് ചെറിയൊരു വിഷമം. അബിക്കൊക്കെ ഇപ്പോൾ തീരെ മനസ്സില്ല ഇവിടുന്ന് പോകാൻ. പോകണ്ടായിരുന്നല്ലേ? നമ്മൾ വൈകിട്ട് 5:30 ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത്. പറക്കി വെച്ച് പിന്നെ സമയം ഒത്തിരിയായി. അങ്ങനെ ചിപ്പിയൊക്കെ വന്നായിരുന്നു നമ്മൾ ഇറങ്ങാൻ നേരം. ഇവർ പിന്നെ വഴിയിൽ രേവതിയെ, ശ്രീകുട്ടിയുടെ അമ്മയാണ് രേവതി, അപ്പോൾ അവരെയൊക്കെ നമ്മൾ വഴിയിലാണ് വെച്ച് കണ്ടത്. പിന്നെ അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പുറകിൽ മൊത്തം സാധനം. TV നമ്മൾ കൂടെ കൊണ്ടുവന്നത്, അത് വണ്ടിക്കകത്ത് വിട്ടില്ല. ഇനി അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഏത് പരുവമാവുമോ എന്ന് വെച്ചിട്ട് TV നമ്മൾ കാറിലാണ് കൊണ്ടുവന്നത്. അപ്പം അന്ന് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. റോഡിലൊക്കെ ഫ്ലാഗൊക്കെ ഇങ്ങനെ ഹോയിസ്റ്റ് ചെയ്തതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയി അപ്പോഴത്തേക്കും തിരക്കുണ്ടായിരുന്നു. എന്നാലും എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴക്കോളുമായിരുന്നു. മഴ പെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മഹാരാഷ്ട്രയിലെ ഗ്രാമഭംഗികളിലൂടെ വീണ്ടും നമ്മൾ യാത്ര ചെയ്തു. ഇനി എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അറിയത്തില്ലല്ലോ ഇതുവഴിയൊക്കെ. അപ്പം നല്ല രസമായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ കാലാവസ്ഥയാണ് അവിടെ ഏറ്റവും നല്ല നിൽക്കാനുള്ള സ്ഥലം, നല്ല സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഘാട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് കോണൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. നല്ല ഘാട്ട് വഴിയാണ്. അപ്പം ഇതും നല്ല ഇങ്ങനെ ത്രില്ലടിച്ച് പോകുന്ന ഒരു വഴിയാണ്. വഴി കാണുമ്പം ഇതാവും, ടെൻഷനാവും. എന്നാലും പക്ഷെ നല്ല രസമാണ് പോകാൻ. അപ്പം ഇത് ഘാട്ട് വഴി കൂടുതലും ഇത് മലയുടെ മണ്ടയ്ക്കൂടെയുള്ള വഴികളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് വഴിയാണ് കിടക്കുന്നത്. അപ്പം ഇങ്ങനെ വഴി കൂടെ പോകാൻ നല്ല രസമാണ്. നല്ല മഴ പെയ്ത സമയമൊക്കെ ആയതുകൊണ്ട് നല്ല മല മൊത്തം നല്ല പച്ച നിറവും ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഘാട്ട് വഴിയൊക്കെ പോകാൻ. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയുടെ ഭംഗി ആസ്വദിച്ച് ഘാട്ട് വഴി ഇറങ്ങിക്കൊണ്ടേയിരുന്നു.
ഘാട്ട് സമാപ്തമായി. ഇനി നമുക്ക് കുറച്ച് ഹൈവേ കൂടെയൊക്കെ നമ്മൾ ഇറങ്ങിയത് 15-ാം തീയതി. നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ത്രയംബകേശ്വർ ജ്യോതിർലിംഗം കാണാനായിരുന്നു. അപ്പം രാത്രിയിലത്തെ സമയം എന്ന് പറയുന്നത് ഒരു 11:30 ആ സമയമായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ കാണിച്ചത്. 11:30 സമയമായിരുന്നു. രാത്രിയിൽ അങ്ങ് എത്തുമെന്നായിരുന്നു കാണിച്ചത്. അപ്പം ഇനി നമ്മൾ വഴിയിൽ താമസിക്കുന്നതനുസരിച്ച് സമയം കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിങ്ങനെ മഹാരാഷ്ട്രയുടെ ഗ്രാമവീഥികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് മഴ പെയ്ത് കിടക്കുന്ന മഹാരാഷ്ട്ര കാണാൻ. എങ്ങോട്ട് നോക്കിയാലും നല്ല പച്ചപ്പായിരിക്കും. പിന്നെ 2 സൈഡിലും കൃഷികളും, കരിമ്പും കൃഷി, ഉള്ളി കൃഷി, അങ്ങനെ കുറേ തരത്തിലുള്ള കൃഷികളും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്ന വഴി നമ്മൾ സിർഡി വഴിയാണ് പോകുന്നത്. അപ്പം വിചാരിച്ചു നമുക്ക് സിർഡിയിലൊന്ന് കയറി ഒന്നുകൂടെ ദർശനം നടത്തിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ 2 തവണ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പോയ വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാൻ, താല്പര്യമുള്ളവർ കയറി കാണുക. അപ്പം എന്നാൽ ശരി സിർഡിയിൽ കയറിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻട്രി നിർത്തി കഴിഞ്ഞിരുന്നു. രാത്രി 9:30 ആയിരുന്നു. ദർശനത്തിന് സമയം രാത്രി 11:15 വരെയൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ കയറ്റി വിടുമായിരിക്കും എന്ന് വെച്ചാണ് പോയത്. പക്ഷേ എങ്കിൽ അവിടെ 9:30 വരെ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഗേറ്റ് അടയ്ക്കും. പിന്നെ നമുക്ക് കയറാനും പറ്റത്തില്ല. കയറിയാലല്ലേ ദർശനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതൊരു വിഷമമായിപ്പോയി. അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ചാർജ് 80 രൂപയായിരുന്നു പാർക്കിംഗ് ചാർജ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് അത് ഗേറ്റ് ക്ലോസ് ആയി എന്നുള്ളത്. പിന്നെ ടിക്കറ്റും തിരിച്ചു കൊടുത്ത് പൈസയും തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോരുന്നു. എന്നിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകുന്നതേ ഉള്ളൂ. ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആകെപ്പാടെ കിട്ടുന്ന ഒരു ശ്രീ സായിബാബയുടെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് അവിടെ വെച്ചിരിക്കുന്ന ആ വലിയ മൂർത്തിയുടെ ഒരു ഫോട്ടോ ഇതാണ്. വലിയൊരു മൂർത്തിയാണ് നമുക്ക് റോഡിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അത്രയും മാത്രമേ നമുക്ക് ആ അമ്പലത്തിൻ്റെ കിട്ടത്തുള്ളൂ. ബാക്കി അകത്തൊന്നും നമുക്ക് ഫോൺ കൊണ്ട് പോകാനും പറ്റത്തില്ല. നേരത്തെ വീഡിയോക്കകത്ത് ഞാൻ അത്രേ ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പോഴത്തെ വീഡിയോക്കകത്തും അമ്പലത്തിൽ കയറിയില്ലെങ്കിലും ഇത്രേ കിട്ടിയിട്ടുള്ളൂ. കയറിയാൽ നമുക്ക് ഫോണും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് പുറത്തുനിന്ന് ആ ഒരു മൂർത്തിയുടെ ആ ഫോട്ടോ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് സായി ടെമ്പിൾ 1 കിലോമീറ്ററിന് മുന്നിലോട്ടാണ്. രാത്രി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു, ട്രാഫിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയും ഉണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ. ഇതൊക്കെ ഒരു കുതിരവണ്ടിക്കകത്ത് പോകുന്ന ആൾക്കാർ. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം മാത്രമേ, ഈ ഒരു മൂർത്തി മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പുറത്തുനിന്ന്. ബാക്കിയെല്ലാം ഈ ട്രസ്റ്റിനകത്താണ് അമ്പലം. അങ്ങോട്ട് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ എൻട്രി അല്ല. അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോയാൽ ഇത്രയേ കിട്ടത്തുള്ളൂ. എന്നാലും കയറാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അത് സാരമില്ല, നമ്മൾ 2 പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ആദ്യം മഹാരാഷ്ട്രയിലോട്ട് വന്നപ്പോൾ കയറിയിട്ടാണ് വന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഫുഡ് കഴിക്കണം. ഇതൊരു ഹോട്ടലിന് മുന്നിലുള്ള മൂർത്തിയായിരുന്നു. ഇപ്പം തന്ന ചൂരക്കറി, ചീനി, ചോറ്, ബീട്രൂട്ട് തോരനും. ഇപ്പം ഇവിടെ നമ്മൾ സിർഡിയിൽ ഒരു പെട്രോൾ പമ്പിൽ ഇരുന്ന് കഴിക്കുക. ഇപ്പം സമയം എത്ര മണിയായി? 10 മണിയായി. താങ്ക് യു ചിപ്പി ഫോർ ഡെലീഷ്യസ് ഡിന്നർ. മീനിന്റെ പണം അടിച്ചിട്ട് ഒരാൾ പുറത്തിങ്ങനെ കാത്തിരിക്കുന്നു. കഴിച്ചിട്ട് വേണം കൊടുക്കാൻ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ചിപ്പി തന്ന ഫുഡൊക്കെ കഴിച്ച് ബാക്കി വന്നത് അവനും കൊടുത്ത് എന്നിട്ട് നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു. ഇനി നമുക്ക് കുറേ ഹൈവേ ഒക്കെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം കാണിക്കുന്നത് ഇനി നമുക്കൊരു 113 കിലോമീറ്ററും കൂടെ രാത്രി 1 മണിയാകുമ്പോഴത്തേക്ക് ചെല്ലുമെന്നുള്ള സമയം കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ യാത്രയിലെ ആദ്യത്തെ ടോളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോളൊക്കെ കയറി ഇറങ്ങി അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴത്തേക്കും അങ്കിത്തും അബിയൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി കൊടുത്തായിരുന്നു. അവർ പുറകെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. നമ്മളിനി അടുത്ത ലക്ഷ്യമാക്കി പോകുന്നത്
ത്രയംബകേശ്വറാണ്. ത്രയംബകേശ്വർ ജ്യോതിർലിംഗം കാണാൻ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇപ്പം രാത്രി ആയതുകൊണ്ട് വലിയ വണ്ടികളൊന്നും ഇല്ല, എന്നാലും ഹൈവേ കാലിയായിട്ട് കിടക്കുന്ന നല്ല രസമുണ്ട് ഹൈവേ കൂടെ ഓടാൻ. മറ്റേ ചെറിയ വഴികളും ഘാട്ട് വഴികളും ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഒരുപാട് ടെൻഷൻ ഹൈവേ കൂടെ നമുക്കിങ്ങനെ കൂളായിട്ട് ഇങ്ങനെ ഓടിച്ച് പോകാൻ നല്ല രസമുണ്ട്. ഓടിക്കുന്നവർക്ക് അതിൻ്റെ ടെൻഷൻ കാണും, നമുക്ക് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. ഇനി രാത്രി 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തും. ഇനി അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അവിടെ റൂം എടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് പോയത്, പക്ഷേ അവിടെ റൂമെല്ലാം ഫിൽഡാണ്, ഒരെണ്ണം പോലും കാലിയില്ലായിരുന്നു. കാരണം അവിടെ നമ്മൾ പോയത് കർക്കിടക മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയായിരുന്നു അവിടെ ചെന്നത്, അമ്പലത്തിൽ ദർശനത്തിന് കയറാൻ നിന്നത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു, പലയിടത്തു നിന്നുള്ള ആൾക്കാരും. ശിവനമ്പലം ജ്യോതിർലിംഗം കൂടെ ആയതുകൊണ്ട് ശനിയാഴ്ച ദിവസം തിരക്ക് കൂടുതലുമായിരുന്നു. അപ്പം നമുക്ക് റൂം എടുക്കാനൊന്നും, അല്ലെങ്കിൽ താഴ്ന്നെങ്ങാനെ റൂം എടുത്ത് നിന്നിട്ട് രാവിലെ അവിടെ നിന്ന് ഫ്രഷായിട്ട് മുകളിലോട്ട് അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകണമായിരുന്നു. അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് മാത്രമേ ഉള്ളൂ, പക്ഷേ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒന്നുമില്ല, നമുക്കവിടെ ഫ്രഷ് ആകാനുള്ള വഴികളൊന്നുമില്ല. പിന്നെ നമ്മളൊരു ഹോട്ടലിൻ്റെ മുന്നിൽ കൊണ്ട് ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് അതിനകത്ത് തന്നെ ഇരുന്നുറങ്ങി. 1:30 ആയപ്പോഴത്തേക്കാണ് അമ്പലത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്ന്. തിരിച്ച് അമ്പലത്തിൻ്റെ അവിടെ നമ്മൾ ചെന്ന സമയത്ത് പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ കയറ്റിയിട്ടാൽ പിന്നെ നമുക്ക് അവിടെ ഫ്രഷ് ആവാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തിരിച്ച് നമ്മൾ ഇറങ്ങി വന്ന് ഒരു ഹോട്ടലിൻ്റെ അടുത്ത് പാർക്ക് ചെയ്ത് വണ്ടിയുടെ ആ ഹോട്ടലുകാരോട് പറഞ്ഞിട്ട് അതിനകത്ത്, ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് മാത്രം കഴിക്കാൻ പറ്റുന്നത്, അവിടെ താമസിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെ അവരോട് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഫ്രഷ് ആവാൻ ബാത്റൂമുണ്ട്, വണ്ടിക്കകത്ത് ഇരുന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് ഇരുന്ന് ഉറങ്ങി. നമ്മൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരങ്ങനെ വന്ന് കിടപ്പുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് തന്നെ കിടന്നുറങ്ങി. കിടന്നല്ല, പിള്ളേർ കിടന്നുറങ്ങി, ഞങ്ങൾ 2 പേരും ഇരുന്നുറങ്ങി. രാത്രി 1:30 ആയപ്പോഴത്തേക്ക് എത്തി. പിന്നെ നമ്മൾ തണുപ്പായിരുന്നു അവിടെ, പക്ഷെ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ചൂടതിൽ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് ചെന്ന് പാർക്കിങ്ങിൽ കയറുന്നതിന് മുമ്പ് അവിടെ ഒരാളോട് ചോദിച്ചപ്പം റൂമുണ്ട്, പക്ഷേ 5000 രൂപയാകുമെന്ന് പറഞ്ഞു. അത്രയും രൂപ കൊടുത്തൊന്ന് റൂം എടുക്കേണ്ട ഒരു ദിവസത്തേക്ക് ആവശ്യമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ തിരിച്ചവിടുന്ന് പോരുന്നു. അങ്ങനെ തിരിച്ച് കുറേ താഴെ ഇറങ്ങിയിട്ടാണ് ഹോട്ടലിൻ്റെ മുന്നിൽ വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ട് പിന്നെ രാവിലെ അവിടെ ഹോട്ടലിൽ കയറി നമ്മൾ ഫ്രഷായിട്ട് അമ്പലത്തിൽ പോയത്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ അമ്പലത്തിലേക്കുള്ള ബോർഡൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ, അമ്പലത്തിലെ ദർശനത്തിനെ കുറിച്ചുള്ള അവിടുത്തെ വിശേഷങ്ങളും അടങ്ങിയ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത പാർട്ടായിട്ട് വരാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പം എൻ്റെ ബാക്കി വീഡിയോയ്ക്കായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുകയും വേണം. കാരണം നമ്മളിവിടെ വന്നിട്ടെല്ലാം ഒന്ന് സെറ്റ് ആവാൻ സമയം എടുക്കുന്നത്, അതാണ് വീഡിയോ ഇടാൻ താമസിക്കുന്നത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.